ഞാൻ പെറ്റ മകനെ എൻ്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്ക് പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ്. ഒരു കൊച്ചു പയ്യൻ, ഇതാണ് പരിപാടി, കയ്യിലേക്ക് മീറ്റിംഗ് കലക്കാൻ വേണ്ടി. അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ട നിങ്ങളുടെ ഗൂഢാലോചന നടക്കില്ല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല. അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോജക്റ്റിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്? ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ. അവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ചു, അവിടെ കെട്ടിടം പണിത്, പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ കണക്ക് പറയും. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചതിൻ്റെ കണക്ക് പറഞ്ഞില്ല. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ പയ്യന്നൂരിൽ പൈസ എടുത്തിട്ട് MLA നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ആ പാവപ്പെട്ട അഭിമന്യുവിൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് വലിയ പോസ്റ്റിൽ വെച്ചു. ഇവിടെ പയ്യന്നൂർ അത് ചോദ്യം ചെയ്ത ആളെ പുറത്താക്കി, കട്ടവനെ ഉള്ളിൽ വെച്ചു. ഇതാണ് CPM. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഇപ്പോൾ അഭിമന്യുവിനെ SDPIക്കാർ കൊന്നെന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലൊക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പെറ്റ മകനെ എൻ്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്ക് പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ്. ഒരു കൊച്ചു പയ്യൻ, SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോൾ ചങ്ക് പൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്. എൻ്റെ റാസാവേ, ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്തി. നിങ്ങൾ ഒരു ചോദ്യത്തിനും മറുപടിയില്ല. ഇതാണ് പരിപാടി, കയ്യിലേക്ക് മീറ്റിംഗ് കലക്കാൻ വേണ്ടി. അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ട നിങ്ങളുടെ ഗൂഢാലോചന നടക്കില്ല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല. മനസ്സിലായി കേട്ടോ? ശരി.